ആൺ സുഹൃത്തിനെ രക്ഷിക്കാൻ പെൺകുട്ടി കൊടുത്ത കള്ളമൊഴി 75-കാരനെ തടവറയിലാക്കിയത് 9 മാസം. സ്കൂളിലെ സുരക്ഷാ ജീവനക്കാരന്റെ ജയിലിലെ അവസ്ഥ. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലും ജാമ്യം കിട്ടി. ആള് പുറത്തേക്ക് ഇപ്പോൾ ഒളിവിൽ നിന്ന് പുറത്ത് വരും, അത് ഉറപ്പാണ്. അപ്പോൾ അത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. കാരണം ഇതുപോലെയുള്ള കേസുകൾക്ക് ജാമ്യം കിട്ടാൻ ചാൻസ് കുറവാണെന്ന് പറഞ്ഞാലും പിന്നെയും ഇത് പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധമാണ് എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇതിൽ ബാക്കിയുള്ളതൊക്കെ അതിന് ശേഷമല്ലേ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷമല്ലേ ഗർഭിണിയായത്. അപ്പോൾ അതിനുശേഷം എന്ത് സംഭവിച്ചെന്നൊക്കെ പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞു. അതൊക്കെ പഠിക്കാതെ ചുമ്മാ വേഗം വന്ന് അറസ്റ്റ് ചെയ്ത് അകത്തിടാനും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി ജാമ്യം കൊടുത്തു. അത് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയത്, വളരെ വളരെ നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ ഇതുപോലെ തിളച്ച് നടക്കുന്ന പെൺകുട്ടികൾ കുറേ എണ്ണമുണ്ട്. ഈ പെൺകുട്ടി ഈ അതിജീവിത അങ്ങനെയാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ അതിജീവിത സത്യസന്ധതയും ഭയങ്കര സന്മാർഗവാദിയും നല്ല സത്യസന്ധയായ പെൺകുട്ടിയായിരിക്കും ഈ അതിജീവിതത്തിനല്ല പറഞ്ഞത്. ഇതുപോലെ നടക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ടല്ലോ. അതായത് ആണുങ്ങളെ എങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഡിവോഴ്സ് ആയാൽ ആ ഭർത്താവിനോട് എന്തൊക്കെ പറഞ്ഞ് മേടിക്കാം, അല്ലെങ്കിൽ ഇവർ വ്യഭിചരിക്കാൻ പോയിട്ട് ഭർത്താവ് പിടിച്ചാൽ ഇനി എന്തൊക്കെ നമുക്ക് ഭർത്താവിന് കൊടുക്കാം, ഏത് പോക്സോ കേസിൽ കൊടുക്കാം, എങ്ങനെ കൊടുക്കാം എന്ന് നടക്കുന്ന കുറേ പെൺകുട്ടികൾ ഈ ലോകത്തുണ്ട്, കുറേ പെണ്ണുങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു തിരിച്ചടി കിട്ടണമേ. അല്ലെങ്കിൽ ഇത് ജാമ്യം കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ടും അതുപോലുള്ള പെൺകുട്ടികൾ ഇഷ്ടം പോലെ ഇറങ്ങും. നമ്മളുടെ അനുഭവത്തിൽ ഒരു ചെറിയൊരു അനുഭവത്തിൽ പറയാം. ഇപ്പോൾ ഈ ഫസ്റ്റ് ന്യൂസ് വായിച്ചത്, ന്യൂസിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ അതല്ലാതെ പറയാം. ഫസ്റ്റ് നമ്മളൊരു അനുഭവം പറയാം. അയാളുടെ വൈഫ് ഇഷ്ടം തോന്നിയ പോലെ നടക്കുന്ന സമയത്ത് ഇയാൾ ഒരു ദിവസം പിടിച്ചപ്പോൾ അയാൾ അതെന്ത് ചെയ്തു, നേരെ കൊണ്ടുപോയിട്ട് കേസ് കൊടുത്തു. പിടിച്ചത് ഇയാൾ, അത് മോശമായിട്ട് നടക്കുന്നത് കണ്ടുപിടിച്ചത് ഇയാൾ. ആ പെണ്ണ് നേരെ പോയി കേസ് കൊടുത്തു. എന്താണ്, എൻ്റെ മോളെ അച്ഛൻ പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ട്. ഇപ്പം ആ പുള്ളി അകത്താണ്. പിന്നെ ഒരു കേസുണ്ട്, ഇതേ കേസ്, ആ പുള്ളി ജീവനൊടുക്കി. മനസ്സിലായില്ല? അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ന്യൂസിൽ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ നാട്ടിൻപുറത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. ഇതല്ലാതെ ന്യൂസിൽ വന്ന കാര്യങ്ങളാണ് ഇത് കാണിച്ചത്. ഞാൻ ഫസ്റ്റ് കാണിച്ചത് 5-6 മാസം മുൻപ് 9 മാസമാണ് ആ 75 വയസ്സായ ആൾ അകത്ത് കിടന്നത്. 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിനെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി കേസ് കൊടുത്ത് പോക്സോ ആയി 9 മാസം അകത്ത് കിടന്നു. പിന്നെ ആ പെൺകുട്ടി തന്നെ അവസാനം പോയി പറഞ്ഞു, ഇങ്ങനെ ഇല്ല, സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ്റെ കാമുകനെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് പറഞ്ഞു. പക്ഷേ ഇതൊന്നും അന്വേഷിക്കാതെ നേരെ പിടിച്ച് അകത്തിട്ട് 9 മാസം പോയത് പോട്ടെ, 9 മാസം പോയി. പക്ഷേ ആ പുള്ളിയെ കളിയാക്കുന്നതും ഇപ്പോഴും കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ. നമ്മുടെ നാട്ടിൻ പുറത്തുള്ള കാര്യം നമുക്കറിയാം. നമ്മൾ ടൗണിലൊക്കെ ജീവിക്കുന്നവരാണെങ്കിൽ ആ പ്രശ്നം വരില്ല. കണ്ടിട്ട് മിണ്ടാതെ ആളുകൾ ഇപ്പുറത്തുള്ളവനെ അപ്പുറത്ത് അറിയില്ല. അത് എങ്ങനെ നമുക്ക് ജീവിക്കാം. നാട്ടിൻ പുറത്തുള്ള അങ്ങനെയല്ല. എങ്ങനെ ആ പുള്ളി ഇപ്പോഴും ജീവിക്കുന്നുണ്ടോ ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് ജാമ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഫ്ലാഷ് ന്യൂസ് മീഡിയയിലൊക്കെ അങ്ങനെ എഴുതി അച്ചടിച്ച് പോയിരുന്നു. വൈകിട്ട് ഡിബേറ്റ് അതായിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ വിചാരം കണ്ടാൽ ആ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യമല്ല നിഷേധിച്ചത്, തൂക്കുകയറി വിധിച്ചു അല്ലെങ്കിൽ ജീവപര്യന്തം വിധിച്ചു എന്ന് പറയുന്ന പോലെയാണ് ഇവർ ന്യൂസ് കൊണ്ടുപോയത്. ഇതുപോലുള്ളൊരു കേസിൽ ഇതുപോലെയൊക്കെയാണ് ഇതിൻ്റെ നിയമവശങ്ങൾ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എന്നിട്ട് ഇവർ അങ്ങനെ ന്യൂസ് കൊണ്ടുപോകണമെങ്കിൽ ഇവർക്കൊരു കൂടെ ലക്ഷ്യം എന്താണ്, കോൺഗ്രസ് പാർട്ടിനെ അടിച്ച് താഴെ ഇറക്കുകയെന്ന്. അത് പാർട്ടി എന്തോ ആയിക്കോട്ടെ. പക്ഷെ അപ്പുറത്ത് വേറെ ഇവർക്ക് അച്ഛനും അമ്മയും ഇവർക്ക് ഫാമിലിയും കുടുംബമൊക്കെ ഉണ്ടെന്ന് 2 പേർക്കും ഉണ്ടെന്നൊക്കെ ഈ മീഡിയക്കാർ ആലോചിക്കുന്നത്. മീഡിയക്കാർക്ക് അതൊന്നും ചിന്തയില്ല. ഇവർക്ക് വാർത്താ ദാരിദ്ര്യം കൊണ്ട് മുട്ടിയിട്ട് പിന്നെ പെണ്ണ് കേസാണെങ്കിൽ എല്ലാവരും കാണുമെന്ന് പറഞ്ഞിട്ടും പിന്നെ ഇലക്ഷൻ സമയത്ത് എങ്ങനെയെങ്കിലും അവരുടെ സ്വർണ്ണക്കൊള്ളയും കാര്യങ്ങളും മറയ്ക്കണമെന്ന് പറഞ്ഞിട്ടും എല്ലാം ചെയ്യണം. നമ്മൾക്കിപ്പോൾ ഒരു എനിക്കൊരു LDF തന്നെയാണ് ഇഷ്ടം. LDF തന്നെ വന്നാലും കുഴപ്പമില്ല എന്നുള്ള ഇതാണ്. പക്ഷേ ഇതുപോലൊരു പെണ്ണ് കേസ് വന്നിട്ട് ഭരണത്തിൽ നിന്ന് പിടിച്ചിറക്കി താഴെ ഇറക്കാൻ ശ്രമിക്കുന്നതും അല്ലെങ്കിൽ ഇലക്ഷന് ഇതുപോലൊരു കാര്യങ്ങൾ ചെയ്തിട്ട് ഇലക്ഷന് അങ്ങനെ ശ്രദ്ധ തിരിച്ചു വിടുന്നതൊക്കെ ഒന്നാന്തരം ചെറ്റത്തരമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ ഈ കോൺഗ്രസ്സിൽ അല്ലാതെ മെയിൻ വേറൊരു പ്രശ്നമുള്ളത്, ഇപ്പോൾ വേറൊരു പെൺകുട്ടി വന്നല്ലോ, ഷഹനാസ് എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണ് വന്നിട്ടുണ്ടായിരുന്നു. എന്നോട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നോടും ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടായിരുന്നു. എന്താണ്, നമ്മുടെ കർഷകരുടെ ഇതിന് പോയപ്പോൾ, കർഷക സമരത്തിന് പോകുമ്പോൾ
ഈ ഷഹനാസ് കർഷക സമരത്തിന് പോയി. അപ്പോൾ ഇവർ നമുക്ക് പോകുമായിരുന്നില്ലേ പറഞ്ഞപ്പോൾ ഇല്ല, ഇനി വേണമെങ്കിൽ നമുക്ക് യൂത്തുകാരെല്ലാം കൂടി പോകാൻ. അപ്പം നമുക്ക് യൂത്ത് എല്ലാം ഉണ്ടല്ലേ ഞാനും നീയും കൂടി പോകുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് മോശമായിട്ട് പെരുമാറാൻ നോക്കി. ഈ കാര്യം ഞാൻ ഷാഫിയോട് പറഞ്ഞു. ഷാഫി അതിനെ മുഖവിലക്കെടുത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ഷഹനാസ് വന്നത്. കോൺഗ്രസ്സുകാരിയാണ്, LDFകാരല്ല, കോൺഗ്രസ്സുകാരി തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ CPMകാരാണ് മിടുക്കന്മാർ. എന്താ വെച്ചാൽ അവരെയൊക്കെ നിങ്ങൾ അടിമക്കൂട്ടം എന്ന് പറയുകയാണെങ്കിലും ഇതുപോലെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനകത്ത് വന്നിട്ട് കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നം പുറത്ത് വന്നിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയി പറയുന്നൊരു സ്വഭാവം എന്തായാലും CPMനില്ല. അപ്പോൾ അവരിനെയൊക്കെ നിങ്ങൾ ഈ പറയുന്നതിനൊക്കെ അടിമക്കൂട്ടങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതുകൊണ്ടാണ് അവരിവിടെ കേരളത്തിൽ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ഇത് കഴിഞ്ഞ് അടുത്ത 3.0 വരാൻ പോകുന്നു, പിണറായി 3.0 വരാൻ പോകുന്നത് അതുകൊണ്ടാണ്. നിങ്ങളിങ്ങനെ ഒരു ചാൻസ് കിട്ടുമ്പോൾ എങ്ങനെ അടിച്ച് പുറത്താക്കാമെന്ന് നോക്കിയിട്ട് നടക്കുക. ഇന്നിപ്പോൾ ജാമ്യം കിട്ടി, നിങ്ങൾ തിരിച്ചെടുക്കുമോ? അവസാനം കേസ് ഇല്ലാതായാൽ നിങ്ങൾ തിരിച്ചെടുക്കുമോ? ഇല്ല. അപ്പോൾ ജാമ്യം കിട്ടുക. അപ്പോൾ ഞാൻ ഈ ഷഹനാസിനെ കുറിച്ച് അത് നമ്മൾക്ക് മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടി മാത്രം വന്ന് പറഞ്ഞതാണെന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്. മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്. ആ മാധ്യമ ശ്രദ്ധ കിട്ടുകയും ചെയ്തു, പോട്ടെ, അത് അവരുടെ ഇഷ്ടം. മാധ്യമ ശ്രദ്ധയ്ക്ക് പറഞ്ഞതോ ഇല്ലാത്തതോ നമ്മൾക്ക് അറിയേണ്ട ആവശ്യമില്ല. അവരുടെ പാർട്ടിക്കുള്ളിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തിരിഞ്ഞു കൊത്തലാണല്ലോ ഈ പരിപാടി. എങ്ങനെയെങ്കിലും ഷാഫിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കണം. അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കി. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറേ തെറ്റുകൾ ചെയ്തിട്ടുണ്ടില്ലെന്നല്ല, ഇതുപോലെയൊക്കെ ഒരു MLA ആകുമ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്നത് മോശമാണ്. പിന്നെ ഭയങ്കരമായിട്ട് മോശമായിട്ട് പിണറായി വിജയനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ ആഭ്യന്തര വകുപ്പിനെ വാഴകൾ പറഞ്ഞിട്ടും പിണറായി വിജയനെ വാഴ പറഞ്ഞതും അങ്ങനെ മോശമായിട്ട് പദപ്രയോഗങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. DYFIൻ്റെ പൊതിച്ചോറിനെ കുറിച്ച് പറഞ്ഞതും പിന്നെ എന്താ പറയാൻ വേണ്ടത്, എടോ വിജയ എന്നൊക്കെ വിളിച്ച് പ്രായത്തിനെങ്കിലും ബഹുമാനിക്കണ്ടേ. അപ്പോൾ അതൊന്നും ബഹുമാനിക്കാൻ സംസാരിച്ച് അപ്പോൾ തിരിച്ചടി എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ. അതുകൊണ്ട് കൊടുത്തതിലൊന്നും പ്രശ്നമില്ല, പോട്ടെ. ഇപ്പോൾ അതിന് കുറച്ച് അനുഭവിച്ചു. ഇനിയിപ്പോൾ ജാമ്യം കിട്ടി, ഇപ്പോൾ ജാമ്യമായി, മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ച് അറസ്റ്റ് ചെയ്യാൻ പാടില്ല പറഞ്ഞു, ഓക്കെ ഫൈൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇവരെല്ലാം അതിജീവിത പറയുന്നത്. ഇപ്പോൾ ഷഹനാസ് പറയുന്നുണ്ട്. ഷഹനാസും സത്യത്തിൽ എന്തുകൊണ്ട് അതിജീവിതയായില്ല? ഷഹനാസിനോടും ഇതുപോലെ പെരുമാറിയതാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ, വളയ്ക്കാൻ നോക്കി എന്നാണല്ലോ ഷഹനാസ് പറയുന്നത്. അപ്പോൾ അതായത് അത് കോൺഗ്രസിൻ്റെ ആൾ തന്നെയാണ് കേട്ടോ പറയുന്നത്, അല്ലാണ്ട് വേറെ LDFന് വന്ന് പറഞ്ഞതല്ല. വളയ്ക്കാൻ നോക്കി എന്ന് പറഞ്ഞു, മോശമായിട്ട് സംസാരിച്ചു, അതിനുള്ള മറുപടി ഞാൻ അപ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഷഹനാസ് എന്തുകൊണ്ട് അതിജീവിതയായില്ല? അത് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. എന്തുകൊണ്ടായില്ല? ഷഹനാസ് അപ്പോൾ തന്നെ അതിനുള്ള മറുപടി കൊടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാവരോടും ഇങ്ങനെ പെരുമാറുമ്പോൾ അവർക്ക് അതിനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടല്ലോ. അല്ലാതെ രാഹുൽ മാങ്കൂർ പിടിച്ച് കെട്ടിയിട്ട് സിനിമയിൽ കാണുന്നത് പോലെ പിടിച്ച് കെട്ടിയിട്ടോ അല്ലെങ്കിൽ വേറൊരു സിനിമയിൽ കാണുന്ന ചാക്കിട്ട് മൂടിയിട്ട് ബലാത്സംഗം ചെയ്തതൊന്നും അല്ലല്ലോ. മുഖം പൊത്തിക്കെട്ടി വെച്ച് അല്ലെങ്കിൽ തോക്കിൻ്റെ മുന്നിൽ നിർത്തിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ അല്ലല്ലോ. അവരോട് സംസാരിച്ച് ചാറ്റ് ചെയ്ത് അവരോട് ഫ്രണ്ട്ഷിപ്പ് വെച്ച് ഒരു പെൺകുട്ടിക്ക് മോശമായി, നമ്മൾക്കും ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ ആ പെൺകുട്ടിയോട് ഞാൻ മോശമായി പെരുമാറാൻ ആ പെൺകുട്ടിക്ക് അറിയും എന്താ ഇങ്ങനെ സംസാരിക്കുന്നു എന്ന് ചോദിക്കും അല്ലേ. അപ്പോൾ എല്ലാ പെൺകുട്ടികൾക്കും അറിയാം, നമ്മൾ കാള വാല് പൊക്കുന്നത് കണ്ടാൽ എന്തിനാണെന്ന് പെൺകുട്ടികൾക്ക് വ്യക്തമായിട്ട് ധാരണയുണ്ടാവും അല്ലേ. അപ്പോൾ ആ ധാരണ അറിഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പുരുഷന്മാരുടെ കൂടെ പോയിട്ട് അത് അവസാനം ഇങ്ങനെയൊരു കാര്യത്തിൽ വരുമ്പോൾ അതിനെ എടുത്തിട്ട് പറയുന്നത് എന്തുകൊണ്ട്? അതാണ് എല്ലാവർക്കുമുള്ള ചോദ്യം, അല്ലാണ്ട് വേറൊന്നുമല്ല. അതാണ് എല്ലാവരും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ അവരിന് അതിജീവിത പറയുന്നത് എന്തുകൊണ്ടാണ്? അതായത് പരസ്പര സമ്മതത്തോടെ എല്ലാ കാര്യത്തിനും പോയിട്ട് ഒരു പ്രശ്നങ്ങൾ വന്ന ശേഷം അവർ അതിജീവിതയാക്കി മാറ്റുകയാണ്. അവരിനെയൊക്കെ എങ്ങനെ ഇവർക്ക് അതിജീവിത എന്ന് പറയാൻ തോന്നുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല. അതിജീവിത എന്ന് പറയുകയാണെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങൾ, ഇതുപോലെ ബലാത്സംഗം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഡൽഹിയിലെ കേസ് നമുക്ക് വേണമെങ്കിൽ അതിജീവിത എന്ന് പറയും. ബസ്സിൽ വെച്ച് പീഡിപ്പിച്ച കേസിന് വേണമെങ്കിൽ നമുക്ക് അതിജീവിത എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ നടിയെ ആക്രമിച്ച കേസുണ്ടായി. അപ്പോൾ അതിൻ്റെ കേസ് 8-ാം തീയതി വിധി വരും. നടി ആക്രമിച്ച കേസുണ്ട്. ദിലീപ് പ്രതിയാണോ ദിലീപ് പ്രതിയല്ല എന്ന് നമുക്കറിയില്ല. ബാക്കിയുള്ളത് എന്തായാലും പ്രതിയാണ്. അതിനെയും വേണമെങ്കിൽ നമുക്ക് അതിജീവിത എന്ന് പറയാം. ബാക്കിയുള്ളതിനെയൊക്കെ അതിജീവിത എന്ന് പറയേണ്ട ആവശ്യം എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതൊന്നും അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് അതിജീവിത എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുവരാം. അല്ലാതെ ഈ ആവശ്യമില്ലാത്ത
കൂപമണ്ഡപങ്ങളിലേക്ക് അതിജീവിത കൊണ്ടുവന്ന് ഇതുകളിലേക്ക് എന്തിനാ അതിജീവിത പറഞ്ഞ് പൊക്കി പിടിച്ചിട്ട് വരുന്നെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയത് കൊണ്ട് വളരെ ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരുപാട് പുരുഷന്മാർ അനുഭവിക്കുന്നുണ്ടെന്നേ. പുരുഷന്മാർ അനുഭവിക്കുന്ന നമ്മുടെ കണ്ണിൽ കിടക്കുന്നുണ്ട്. തൂങ്ങി മരിച്ചിട്ടും ഭർത്താക്കന്മാർ തൂങ്ങി മരിച്ച് ഭാര്യമാർ മോശമായി നടന്നിട്ട് ഭർത്താക്കന്മാർ തൂങ്ങി മരിച്ചിട്ടും ഭാര്യമാർ പ്രായം കൂടുതലാണെന്ന് പറഞ്ഞിട്ട് കെട്ടുമ്പോഴൊന്നും അറിഞ്ഞില്ല, കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പ്രായം കൂടുതലാണെന്ന് വിചാരിച്ചിട്ട് ആ ഭർത്താക്കന്മാരനെ അവോയ്ഡ് ചെയ്തിട്ട് തൂങ്ങി മരിക്കുന്നതും. അതായത് പണ്ട് പറയുമ്പോൾ വളരെ ചുരുക്കം ആണുങ്ങളാണ് ഇതിന് ഇരയാകുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ കൂടുതൽ ആണുങ്ങൾ ഇരയാവുന്നുണ്ട്. അത് മനസ്സിലാക്കാതെ ഇപ്പോൾ ഇങ്ങനെ അതിജീവിത എന്ന് പറഞ്ഞ് ബാക്കി ഇവരിനെ അകത്തിടുന്നത് കൊണ്ടാണ് ഇങ്ങനെ കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ജാമ്യം കിട്ടി നന്നായി. പണ്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, ഇതുപോലൊരു കേസ് വന്നാൽ പെട്ടെന്ന് പിടിച്ച് അകത്തിടണം, അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതേ സുപ്രീം കോടതി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ കേസുണ്ടെങ്കിൽ ആദ്യം അന്വേഷിച്ചിട്ട് അറസ്റ്റ് ചെയ്താൽ മതി. എന്താ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് നിരപരാധികളായ പുരുഷന്മാർ ഇതിൽ പെട്ടിട്ട് അവസാനം അവരകത്ത് കിടന്ന് എത്രയോ 90 ദിവസമൊക്കെ കിടന്നിട്ട് പിന്നെ പുറത്ത് വന്നിട്ട് അവരുടെ കുടുംബവും കുട്ടികളും വീട്ടുകാരും ഫാമിലി ഒന്നും ഇല്ലാതെ അവരവസാനം നാട് വിട്ടു പോകാനോ അല്ലെങ്കിൽ എപ്പോഴും മദ്യപിച്ച് അവരുടെ ഇത് നശിച്ചു പോകാനോ അല്ലെങ്കിൽ തൂങ്ങി മരിക്കാനോ അങ്ങനെ ഇഷ്ടംപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സുപ്രീം കോടതിക്ക് വരെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് സുപ്രീം കോടതി ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. ഇന്ന് ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കൊടുത്തു. അത് നല്ലൊരു കാര്യമായിട്ടും എനിക്ക് തോന്നി. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടല്ല, പക്ഷേ ഇതുപോലെ വരുന്ന പെൺകുട്ടികൾക്ക് ഒരു ചെറിയൊരു പേടിയെങ്കിലും വേണം. അയ്യോ നമ്മൾ കൊടുത്താൽ അവർ പെട്ടെന്നൊന്നും അകത്താവില്ല. ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയാണ്. ഇപ്പോഴും ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല കുറേ പേര്. പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പിന്നീട് വഴക്കായിട്ട് ഞങ്ങൾ പിരിഞ്ഞാൽ പോയി കേസ് കൊടുത്താൽ അവൻ പെടുമെന്നുള്ള കുടുങ്ങി വിചാരിക്കുന്ന പെൺകുട്ടികളുടെ വിവരങ്ങൾ അറിയാത്ത പെണ്ണുങ്ങൾ ഇപ്പോഴും കുറേ ഉള്ളത് കൊണ്ടാണ് കേസിനായിട്ട് പോകുന്നത്. ഈ ഓരോ കേസായിട്ട് ഇങ്ങനെ പുറത്ത് വരുമ്പോൾ മനസ്സിലാവും, ഇനി നമ്മൾ കളിച്ചാൽ അങ്ങനെ പെട്ടെന്നൊന്നും ആണുങ്ങളെ എടുത്ത് അകത്തിടാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ വിജയ് ബാബുവിൻ്റെ കാര്യത്തിൽ അത് പോസിറ്റീവായി വിട്ടു. കാരണം പരസ്പര സമ്മതത്തോടെയാണ് അത് ചെയ്തത്. അവസാനം അവന് സുഖമായിട്ട് വിജയ് ബാബുവിന് കുറച്ച് സമയമായാലും ജാമ്യം കിട്ടി. വേടൻ്റെ കാര്യത്തിൽ എന്താ ചെയ്തത്? വേടനെ അറസ്റ്റ് ചെയ്യാൻ പരമാവധി നോക്കി, അതും ജാമ്യം കിട്ടി. അപ്പോൾ ഇതുപോലെയൊക്കെ നടക്കുന്നത് കൊണ്ട് കുറച്ചെങ്കിലും പെൺകുട്ടികൾ പഠിക്കുക. പെൺകുട്ടികൾ അല്ലാതെ ഇപ്പോൾ ഷഹനാസ് ഞാൻ പറഞ്ഞ കാര്യം അത് കാരണം, അതായത് ഇതൊക്കെ മോഡേൺ അതിജീവിതയാണ്. ഈ മോഡേൺ അതിജീവിത ഇവരിനേക്ക് അതിജീവിത എന്തിനു വിളിക്കുന്നതെന്ന് അറിയാത്ത മോഡേൺ അതിജീവിതയായിട്ട് നടക്കുന്ന പെൺകുട്ടികളുണ്ടല്ലോ കുറേ എണ്ണം. വിജയ് ബാബുവിൻ്റെ കേസിൽ എന്തായാലും, നമ്മുടെ നിവിൻ പോളിയുടെ കേസിലുള്ളത്. നിവിൻ പോളിയുടെ കേസിൽ പിന്നെ നിവിൻ പോളി ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല. അതാണ് അവസ്ഥ. അപ്പോൾ ഓക്കെ, ഇതൊക്കെയാണ്. എന്തൊക്കെയോ പറയാമെന്നുണ്ടായിരുന്നു, കുറേയൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും, അറിയില്ല. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.